നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചിക്കൻ റോൾ എന്ന് കേൾക്കുമ്പം സാധാരണ പല വിധത്തിൽ ചിക്കൻ റോൾ ഉണ്ടാക്കി, അതായത് റോൾ ചെയ്ത് എടുക്കുന്നത് ചപ്പാത്തിയിൽ ചെയ്യാറുണ്ട്, പറോട്ടയിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ റൊട്ടി അല്ല ബ്രെഡ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മൈദയുടെ ബാറ്റർ ദോശ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പല വെറൈറ്റി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ റോൾ ചെയ്തിരിക്കുന്നത് എഗ്ഗ് വെച്ചിട്ടാണ്. എഗ്ഗ് ഒരു ഓംലെറ്റ് പോലെ പ്രിപ്പയർ ചെയ്ത് അതിൽ ഫില്ലിങ് വെച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും എഗ്ഗും ചിക്കനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ കുറച്ചൊരു ഹെവി എന്ന് തന്നെ പറയാം, കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല, കുറച്ച് ഹെവി ആയിട്ടുള്ളത് തന്നെയാണ്. നല്ലൊരു ടേസ്റ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പം നമുക്ക് ആദ്യം ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുറച്ച് ബോൺലെസ് ചിക്കന് എടുത്തതാണ്. ബോൺലെസ് ചിക്കൻ എന്ന് പറയുമ്പം ഞാനൊരു എനിക്ക് തോന്നുന്നത് ഒരു 15 പീസോളം വരുമായിരിക്കും. അപ്പോൾ അത് ഞാൻ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് വേവിച്ചെടുത്താണ്. വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് മുറിച്ച് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിൽ ബോൺലെസ് ആയതുകൊണ്ട് ഈസിയാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തപ്പോൾ ഏതാണ്ടൊരു കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് സവാളയാണ്. ഇത് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഈ അരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ ഒരു ചോപ്പറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സ്മോൾ ചോപ്പറിൻ്റെ റിവ്യൂ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ചെറുതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടു നോക്കും, എന്തായാലും ഉപകാരപ്പെടും ആ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ദിവാലി ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഐക്കാർഡിലോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മറ്റും കൊടുക്കാം, അതിൻ്റെ റിവ്യൂ കൊടുക്കാം, അതുപോലെ തന്നെ ആമസോൺ ലിങ്കും കൊടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ ഈ ചിക്കന് വേവിച്ചപ്പം കുക്കറിലായിരുന്നു വേവിച്ചത്. അപ്പോൾ ആ വേവിച്ച സമയത്ത് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വന്ന് അത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കാരണം ഇത് കുരുമുളക് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സവാളയിലൊക്കെ കുരുമുളകിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഉണ്ട്, അതും ഒരു 1/2 ടീസ്പൂൺ വരെ എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില. ഇനി നമുക്ക് സ്റ്റഫിങ്സ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. ആ ഓംലെറ്റിന് വേണ്ടി ഞാൻ 4 മുട്ട കേട്ടോ എടുത്തിരിക്കുന്നത്. 4 മുട്ട എടുത്തു. പിന്നെ മഞ്ഞൾ കൂടി വേണം. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ആ സ്റ്റഫിങ്സിലൊക്കെ ഉണ്ടല്ലോ ഒരു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര മാത്രമാണ് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് ഞാൻ കുരുമുളക് മാത്രമാണ്. നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ പിന്നെ പച്ചമുളക് ചേർത്ത് കഴിയുമ്പം കടിച്ചു പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ. കുട്ടികൾക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പച്ചമുളക് ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഇത്രയൊരു സംഭവങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഒഴിച്ചു, അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട്, ഈ സവാളയ്ക്ക് വേണ്ടിയുള്ള മാത്രം മതി, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അത് ഓർമ്മ വേണം. നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഒരുമിച്ച് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ചിക്കൻ ആട്ടോ ഇത് കൂടുതലുള്ളത്. സവാളേക്കാളും കൂടുതൽ ചിക്കനല്ല, പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്നും കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ചിക്കനൊക്കെ അത്രേ കാണുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ഇതിലുള്ള ചിക്കൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കുരുമുളകിന് പകരം മുളക് പൊടി തന്നെ ചേർക്കാം. അപ്പം ഞാനിതിലിപ്പം കൂടുതലും ഫ്ലേവർ, അതായത് കൂടുതലും കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് നമ്മൾ ചിക്കനും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മസാലയിലും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ എഗ്ഗ് ഉണ്ടാക്കുമ്പോൾ അതിലും കുരുമുളകാണ് ചേർക്കുന്നത്.
ഞാൻ ഉപ്പൊക്കെ നോക്കി, എരിവുണ്ട്, കുരുമുളകിൻ്റെ എരിവ് കിട്ടുന്നുണ്ട്. അപ്പം ഇതിപ്പം ഫില്ലിങ് നമുക്ക് ചിലപ്പം ഇത്ര വേണ്ടി വരില്ല, പക്ഷെ എന്നാൽ കൂടി ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ തോരനൊക്കെ പകരമൊക്കെ ആയിട്ട് ചേർത്ത് കഴിക്കുക കേട്ടോ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഫില്ലിങ് വേസ്റ്റ് ആവും അങ്ങനെയുള്ള പരിപാടി എന്താ പറയുക ഇതൊന്നും വേണ്ട. ഇതൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചിക്കൻ വേവിച്ചപ്പോൾ ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റി തരണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കാം, മഞ്ഞൾ, കുരുമുളക് പൊടി. ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട അടിച്ചു വെച്ചിട്ടല്ല, അതിൻ്റെ ഒരു പകുതി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് 2 മുട്ട വരുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെച്ച് വെക്കാം കേട്ടോ. ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് മേലെ കാണുമ്പോൾ മനസ്സിലാവില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം. ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മറിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഒരുപാട് വേവുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ ചെയ്താൽ മതി. എന്തായാലും ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ചൂടിൽ ഇത് ഫില്ലിങ് നിറച്ച് കഴിയുമ്പോൾ റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം ബാക്കി ഫില്ലിങ്ങൊക്കെ വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓംലെറ്റ് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഓംലെറ്റ് റോള്. ഇതുപോലെ ഞാൻ മറ്റതും കൂടി ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റിലാണ് നമ്മളത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എഗ്ഗും അതുപോലെ തന്നെ ചിക്കനും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കാം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.